ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ ഹൈദരാബാദിൻ്റെ തന്നെ ഒരു ഐക്കോണിക് സ്ട്രക്ചറായിട്ടുള്ള ചാർമിനാറിലോട്ടാണ് കേട്ടോ. ചാർമിനാർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇവിടുത്തെ ചൂടി ബസാറും അതുപോലെ തന്നെ ഗണേശോത്സവം, പിന്നെ അതിഭീകരമായിട്ടുള്ള തിക്കും തിരക്കും. ഇവിടുത്തെ ഈ ഒരു ക്ലോക്ക് കണ്ടോ, ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. 1889 ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്ലോക്കാണത്. ഇതിൻ്റെ 4 ഭാഗത്തും അങ്ങനെ ഒരു ക്ലോക്ക് കാണാം. അതിഗംഭീരമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. ഇതിൽ ഒരുപാട് കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ചാർമിനാർ എന്ന് പറയുമ്പോൾ തന്നെ 4 മിനാരങ്ങളാണ്. ഏകദേശം 56 മീറ്റർ ഉയരമുള്ള മിനാരങ്ങളാണത് കേട്ടോ. ഇതിൽ 4 നിലകളായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൈറൽ സ്റ്റെയർ കേസ് വെച്ച് ഇതിൻ്റെ ഈ ഒരു നില വരെ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ടോപ്പ് ഫ്ലോറിലോട്ട് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഈ കാണുന്ന നിർമ്മിതി കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു മസ്ജിദാണ് മെക്ക മസ്ജിദ്. ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു 2007 തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ മസ്ജിദിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. 1929 ലാസ്റ്റ് നിസാമായിട്ടുള്ള ഒസ്മാൻ അലി ഖാനാണ് ഇത് നിർമ്മിച്ചത്. ഒസ്മാനിയ ബിസ്ക്കറ്റ് ഹൈദരാബാദിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇറാനി ചായയും ഒസ്മാനിയ ബിസ്ക്കറ്റും ഒരു ബ്രില്യൻറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നിർമ്മിതി അതിഗംഭീരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സമയത്ത്, അതായത് 1591 മുഹമ്മദ് കുലി കുത്തുബ് ഷാ ആണ് ഇത് നിർമ്മിച്ചത്. അത് പ്ലാഗ് രോഗത്തിൽ നിന്നും നഗരത്തെ രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇത് അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ആരാധന പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ താഴെ ബേസ്മെൻറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു, അതിനകത്തെ വീഡിയോ എടുക്കാൻ. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഭാഗ്യലക്ഷ്മി ടെമ്പിളും ഒരു ശിവമന്ദിരമൊക്കെ തന്നെയുണ്ട്. അവിടെ ഇപ്പോൾ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവ സമയത്ത് അവിടെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഈ സ്ട്രീറ്റ് ചവടം പൊടിക്കുവാണ്. നമുക്ക് ഏത് തരം ബാംഗിൾസ് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. ബാംഗിൾ മേക്കിംഗ്, ലാക്ക് ബാംഗിൾ മേക്കിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദിലെ കാഴ്ചകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.